ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും ഫിഷറീസ് വകുപ്പിലും വിവിധ ഗവൺമെൻറ് ആശുപത്രികളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്, ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. മിൽമയുടെ കൊല്ലം ഡയറിയിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ വേക്കൻസി വന്നിട്ടുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ജനറൽ മെക്കാനിക് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SLC പാസ്സായിരിക്കണം. കൂടാതെ ITI ഫിറ്റർ ട്രേഡിലുള്ള NCVT സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മേഖലയിൽ RIC വഴി 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. കൂടാതെ റെലവൻറ്റ് ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ വേതനം 24,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി വരുന്നത് 18-നും 40-നും മധ്യയാണ്. 1/1/2026 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/ST 5 വർഷത്തെയും OBC എക്സ് സർവീസ്മാൻ വിഭാഗക്കാർക്ക് 3 വർഷത്തെയും വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 28/2/2026 രാവിലെ 10 മണിക്ക് കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ്. മേൽ തസ്തികകളിൽ തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ഏതെങ്കിലും യൂണിറ്റിൽ 2 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതില്ല. അടുത്തത് ഫിഷറീസ് വകുപ്പിന് കീഴിൽ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള എന്ന സ്ഥാപനത്തിന്റെ വിവിധ യൂണിറ്റുകളിൽ 3 അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായി CA ഇന്റർ യോഗ്യത ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിമാസ വേതനം 40,000 രൂപയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സ്വയം സാക്ഷ്യപ്പെടുത്തിയ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം തപാൽ മാർഗമോ നേരിട്ടോ ADAK ഹെഡ് ഓഫീസിൽ മാർച്ച് 2-നകം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള അഡാക് TC 29/31/26 റീജ മിഞ്ചിൻ റോഡ് വഴുതക്കാട് തിരുവനന്തപുരം 695014. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളന്റെ കീഴിൽ ഫാം ടെക്നീഷ്യൻ പ്രോജക്റ്റ് കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 1,270 രൂപ ദിവസവേതനമായി നൽകും. BFSC അല്ലെങ്കിൽ അക്വാകൾച്ചർ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള അഡാക് TC 29/31/26 റീജ മിഞ്ചിൻ റോഡ് തൈക്കാട് PO തിരുവനന്തപുരം 14 വിലാസത്തിൽ നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉൾപ്പെടെ മാർച്ച് 2-നകം തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കണം. അടുത്തത് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ HMC മുഖേന താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ HMC ക്ലർക്ക് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട്. BComനൊപ്പം അക്കൗണ്ടിങ്ങും DCI യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ നിങ്ങളുടെ മേൽവിലാസം, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഫെബ്രുവരി 28-ന് രാവിലെ 10:30-ന് ആശുപത്രി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഡോക്ടർ, അനസ്തേഷ്യ ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ് എന്നിവരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. അനസ്തേഷ്യ ടെക്നീഷ്യൻ കോഴ്സ്, പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. MBBS ഡിഗ്രിയും TCMC രജിസ്ട്രേഷനും ഉള്ളവർക്ക് ഡോക്ടർ തസ്തികയിലേക്കും, +2 ഗവൺമെൻറ് അംഗീകൃത GNM കോഴ്സ് അല്ലെങ്കിൽ BSc നഴ്സിംഗും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും പ്രവൃത്തി പരിചയമുള്ളവർക്ക് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്കും അപേക്ഷിക്കാം. അനസ്തേഷ്യ ടെക്നീഷ്യൻ അഭിമുഖം മാർച്ച് 3-ന് ഉച്ചയ്ക്ക് 1:30-നും സ്റ്റാഫ് നഴ്സിൻ്റേത് ഉച്ചയ്ക്ക് 2:30-നും ഡോക്ടറുടേത് ഉച്ചയ്ക്ക് 3-നും നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും ആധാർ കോപ്പിയുമായി കൃത്യസമയത്ത് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. 179 ദിവസത്തേക്ക് താൽക്കാലിക നിയമനമാണ്. PSC അംഗീകൃത BSc MLT അല്ലെങ്കിൽ +2 DMLT കോഴ്സും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 28-ന് രാവിലെ 10:30-ന് താലൂക്ക് ആസ്ഥാന ആശുപത്രി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ECG
ടെക്നീഷ്യൻ തസ്തികകളിൽ ഒഴിവ് വന്നിട്ടുണ്ട്. 179 ദിവസത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ബിരുദവും DCA അല്ലെങ്കിൽ PGDCAയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. ECG ടെക്നീഷ്യനുള്ള യോഗ്യത ECG ടെക്നീഷ്യൻ DCET അല്ലെങ്കിൽ VHSCയുമാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് 2 രാവിലെ 10:30 താലൂക്ക് ആസ്ഥാന ആശുപത്രി ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ENT വിഭാഗത്തിൽ ഓഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പും സഹിതം എറണാകുളം മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂമിൽ 28 രാവിലെ 11 മണിക്ക് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. 6 മാസ കാലയളവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.